മാതൃഭൂമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് വേദി. മാധ്യമങ്ങൾ ശൈലി മാറ്റുമ്പോൾ എന്ന ശീർഷകത്തിൽ ശ്രീകണ്ഠൻ നായരും ആർ രാജഗോപാലുമാണ് പാനലിസ്റ്റുകൾ. ടെലിവിഷൻ മീഡിയയുടെയും പ്രിൻ്റ് മീഡിയയുടെയും പുതിയ മാറ്റങ്ങളും ശരികേടുകളും ചർച്ച ചെയ്യുന്നതിനിടയിൽ ആർ രാജഗോപാൽ ശ്രീകണ്ഠൻ നായരോട് പ്രസക്തമായൊരു ചോദ്യം ചോദിക്കുന്നു. ഡ്രഗ് പോലുള്ള സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയെ മുറിവേൽപ്പിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തി അവയുടെ അടിസ്ഥാന കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിർമ്മാണാത്മകമായൊരു സ്റ്റോറി ടെലിവിഷൻ ചാനലുകളായ 24 ഏഷ്യാനെറ്റോ റിപ്പോർട്ടറോ ചെയ്തിട്ടുണ്ടോ? രാജഗോപാലിൻ്റെ വെല്ലുവിളിയായിരുന്നു. ശ്രീകണ്ഠൻ നായരുടെ മറുപടി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എൻകൗണ്ടറിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ആർ രാജഗോപാൽ ആവർത്തിക്കുന്നു, ചർച്ചകളെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, പ്രശ്നങ്ങളുടെ അടിവേര് തൊട്ടറിഞ്ഞ് ഒറിജിനൽ സ്റ്റോറി ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഫോറുള്ള പ്രോഗ്രാമുകൾ ഹൈലൈറ്റ് ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങൾ എത്രമാത്രം വാക്കിനോട് പൊരുത്തപ്പെടുന്നു എന്നതിലേക്കുള്ള വിരൽ ചൂണ്ടൽ കൂടിയായിരുന്നു ആർ രാജഗോപാലിൻ്റെ ചോദ്യം. അതുപോലെ മറ്റൊരു സംഭവം, എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവൽ നിരോധിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് സുപ്രധാനമായ വിധി കുറച്ചു മുമ്പ് പുറപ്പെടുവിച്ചിരുന്നു. മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ എഡിറ്റോറിയൽ ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റൻ്റ് എഡിറ്റർ കമൽദാം സജീവ് നോവൽ പ്രസിദ്ധീകരിക്കാനെടുത്ത തീരുമാനമാണ് ഈ വിധിക്കിടയാക്കിയ കാര്യങ്ങളിലേക്ക് നയിച്ചത്. നോവലിലെ ചില കഥാപാത്രങ്ങളെ മാത്രം എടുത്തുദ്ധരിച്ചുകൊണ്ട് സാമൂഹിക ധ്രുവീകരണം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുകയും നോവലിസ്റ്റിനെ ക്രൂരമായി സൈബർ ആക്രമണത്തിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഈ സംഘടിത ആക്രമണം മാതൃഭൂമിക്കെതിരെയും നടന്നപ്പോൾ നോവൽ പ്രസിദ്ധീകരണം നിർത്തിവെക്കുന്നു നയമാണ് മാതൃഭൂമി സ്വീകരിച്ചത്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന മുഖവാക്യത്തോടെ പുറത്തിറങ്ങുന്ന ഒരു മാധ്യമ സ്ഥാപനം ചില ബ്ലാക്ക് പ്രൊപ്പഗണ്ടകൾക്ക് വഴങ്ങി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടുകയാണ് എന്ന വിമർശനം ഉയർന്നു. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ശ്രദ്ധേയമായ അഴിച്ചുപണി സാധ്യമാക്കിയ കമൽദാം സജീവ് എന്ന എഡിറ്ററുടെ രാജിയിലായിരുന്നു അതിൻ്റെ പരിസമാപ്തി. മറ്റൊരു സംഭവം നോക്കാം. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ മനുഷ്യത്വത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഇപ്പോഴത്തെ വംശഹത്യ അനേകായിരം ജീവിതങ്ങളുടെ മരണവാർത്തകളോടൊപ്പം പട്ടിണി മൂലം നരകിച്ച് കഴിയുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളും നമ്മെ കാണിച്ചു തന്നു. 1922 റേഡിയോ പ്രക്ഷേപണത്തിലൂടെ ആരംഭിക്കുകയും വാർത്താ പ്രക്ഷേപണത്തിൽ കൂടുതൽ സ്വീകാര്യത നേടുകയും ചെയ്ത BBC ഇസ്രയേൽ ആക്രമണത്തെ പൂർണ്ണമായും പക്ഷപാതപരമായാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് CFMM ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നായി BBC ഇസ്രയേൽ ആക്രമണത്തെ ലഘൂകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ആഗോളതലത്തിൽ ഇസ്രയേൽ ആക്രമണത്തിൻ്റെ തീവ്രതയെ കുറച്ച് കാണാൻ ഇടയാക്കുന്നു. ഏറ്റവും ഒടുവിൽ ഗസയിലെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ദുരിതം വരച്ചു കാട്ടുന്നതായിരുന്നു BBCയുടെ ചാനൽ ഗസ ഡോക്ടേഴ്സ് അണ്ടർ അറ്റാക്ക് എന്ന പേരിൽ നിർമ്മിച്ച ഡോക്യുമെൻ്ററി. പക്ഷേ ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്യാനുള്ള തീരുമാനം BBC ഉപേക്ഷിച്ചു. ഈ 3 സംഭവങ്ങളോടുമുള്ള മാധ്യമങ്ങളുടെ സമീപനം മാധ്യമ സ്ഥാപനങ്ങളുടെ മൂല്യശോഷണത്തെ സൂചിപ്പിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൈക്കോളജി എന്ന പുസ്തകത്തിൽ ചൂഷണാവസ്ഥയാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് ഉബർട്ടോ എക്കോ നിരീക്ഷിക്കുന്നുണ്ട്. മാധ്യമ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി കോർപ്പറേറ്റുകളെ ആശ്രയിക്കുന്നതോടെ മാധ്യമ സ്ഥാപനത്തിൻ്റെ നൈതികതയ്ക്ക് കോട്ടം വരുന്നു. കോർപ്പറേറ്റ് ശക്തികളുടെ നീതികേടുകൾക്കെതിരെ മൗനം പാലിക്കുകയും പലപ്പോഴും അവരുടെ പ്രചാരകരായി മാറേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇന്ത്യയിലെ ഭൂരിഭാഗം ന്യൂസ് റൂമുകളും ഉടമപ്പെടുത്തുന്നത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളോ ബിസിനസ് ഗ്രൂപ്പുകളാണ്. CNN, CNBC, News 18 എന്നിവ പ്രവർത്തിക്കുന്നത് അംബാനിക്ക് കീഴിലും NTTV അദാനിയുടെയും ഇന്ത്യൻ എക്സ്പ്രസ്, സി ന്യൂസ് എന്നിവ ഗോയങ്ക ഫാമിലിയുടേതുമാണ്. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളായ ഏഷ്യാനെറ്റ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റേതാണ്. കൈരളി CPMൻ്റേതും മനോരമ കോൺഗ്രസ് ചായ്വുള്ള കണ്ടത്തിൽ ഫാമിലിയുടേതുമാണ്. റിപ്പോർട്ടർ TV ഒരു കുത്തക മുതലാളിയുടേതുമാണ്. അതുകൊണ്ട് തന്നെ ന്യൂസ് റൂമിൽ ഒരു എഡിറ്റർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം പലപ്പോഴും മാനേജിംഗ് പോസ്റ്റിലിരിക്കുന്നവർ നിർവഹിക്കുന്നു. ഇതുണ്ടാക്കുന്ന അപകടം ചെറുതല്ല. മാനേജ്മെൻറ്റ് ഹിതമല്ലാത്ത പ്രധാന വാർത്തകൾ പോലും സെൻസർ ചെയ്യപ്പെടുന്നു.
പല വാർത്തകളും ബ്രേക്കിംഗ് നൽകാനുള്ള തിടുക്കത്തിൽ വസ്തുതകൾ ഉറപ്പുവരുത്താതെ സംപ്രേഷണം ചെയ്യുന്നു. മാധ്യമങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചത് അവിശ്വസിക്കാനാണ് എന്ന് സാമുവൽ ബട്ട്ലറിൻ്റെ വാചകം പുലർന്നു കാണുന്നു. വിദേശ രാജ്യങ്ങളിൽ ന്യൂസ് ചാനലിൻ്റെ 70% സബ്സ്ക്രിപ്ഷൻ മുഖേനയാണ്. പക്ഷേ ഇന്ത്യയിൽ ന്യൂസ് ചാനലിൻ്റെ വരുമാനത്തിൽ 3/4 പരസ്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ചില പത്രങ്ങൾക്കെങ്കിലും പരസ്യ കമ്പനിക്കാരോട് പറയാൻ സാധിക്കുമായിരുന്ന പത്ര നിയമങ്ങളും ചട്ടങ്ങളും സാമ്പത്തിക കമ്മി മൂലം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിച്ചു പോരുന്ന വിധേയത്വ സംസ്കാരത്തിൻ്റെ ഭാഗമായി പലതരം വിമർശനം അവർ ഏൽക്കേണ്ടി വരുന്നുണ്ട്. സംഘപരിവാറിനോടുള്ള വിധേയത്വ ഫലമാണല്ലോ മീശ പ്രസിദ്ധീകരിക്കുന്നില്ലെന്നും മാതൃഭൂമിയെ വിലക്കിയത്. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിൽ നിന്നും BBC-യെ തടഞ്ഞത് വലതുപക്ഷ തീവ്ര മനോഭാവത്തിൻ്റെ പിടിമുറുക്കവും. കോർപ്പറേറ്റുകൾ നൽകുന്ന പരസ്യ വരുമാനത്തെ ആശ്രയിച്ചു മാത്രം മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത് മാധ്യമങ്ങളിലുള്ള പ്രതീക്ഷയും വിശ്വാസ്യതയും തകർക്കും. അതിജീവന ഭയം മാധ്യമങ്ങളെ ഭരിക്കുന്നത് കൊണ്ടാണിത് നടക്കുന്നത്. നിലനിൽപ്പിൻ്റെ നല്ല പോംവഴികൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്.